ന്യൂ ഇയർ ടൈമിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും അവരുടെ പ്രീവിയസ് ഇയേഴ്സ് അച്ചീവ്മെൻറ്റ്സ് ആയിരിക്കും കൂടുതലും ഷെയർ ചെയ്യുക. ബട്ട് ഐ വോണ്ട് ടു ഷെയർ വിത്ത് യു ദാറ്റ് 2025 എനിക്ക് അത്ര നല്ല ഇയർ ആയിരുന്നില്ല. ഞാൻ മൈൻഡിൽ വിചാരിച്ച 2 വലിയ ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ടുള്ള സാഡ്നെസ്, ഡിസപ്പോയിൻമെൻറ്റ് ഒക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഇൻ ദ ലാസ്റ്റ് ഇയർ. പക്ഷേ ദ ഗുഡ് തിങ് അബൌട്ട് 2025 വാസ് ഞാൻ കുറച്ച് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് വിച്ച് ഹാവ് മെയ്ഡ് എ വെരി പോസിറ്റീവ് ചേഞ്ച് ഇൻ മൈ ലൈഫ്. ആൻഡ് ഇൻ ദിസ് വീഡിയോ ഐ വോണ്ട് ടു ഷെയർ with you 6 habits I'm taking with me into 2026. ഞാൻ ഓരോ ഹാബിറ്റിനെ പറ്റി പറയുമ്പോൾ ഐ വിൽ ബി ഷെയറിങ് വിത്ത് യു എപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ആ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തു, എങ്ങനെയാണ് ഞാൻ ആ ഹാബിറ്റ് പ്രാക്ടീസ് ചെയ്യുന്നത്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് എൻ്റെ ലൈഫിൽ അത് ഉണ്ടാക്കിയിട്ടുള്ളത്, ആൻഡ് ഹൗ ഐ എം ഗോയിങ് ടു കണ്ടിന്യൂ ടു മേക്ക് ഇറ്റ് ബെറ്റർ ഇൻ 2026. ഹാബിറ്റ് നമ്പർ 1 ഇസ് സ്ക്രീൻ ഫ്രീ മോർണിംഗ്സ്. രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഫോണിൽ കുറേ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവുമല്ലോ. ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് രാവിലെ എണീറ്റ് ബെഡിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഫോൺ സ്ക്രോൾ ചെയ്യാന്നുള്ള കാര്യം. ഞാൻ സാധാരണ എൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ചെക്ക് ചെയ്യും. ഒരു 1/4 മണിക്കൂറെങ്കിലും സോഷ്യൽ മീഡിയ ആൻഡ് ഫോണൊക്കെ സ്ക്രോൾ ചെയ്തിട്ടാണ് ഞാൻ ബെഡിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത്. പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ മൂഡ് കുറച്ച് ഓഫായിരിക്കും ആൻഡ് ഐ യൂസ് ടു ഫീൽ എ ബിറ്റ് സ്ലഗ്ഗിഷ്. ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീറ്റോടെ നമ്മൾ ഫോൺ സ്ക്രോൾ ചെയ്യുന്നത് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ലൈക്ക് നമ്മുടെ മൈൻഡ് ഒരു റെസ്റ്റ്ഫുൾ സ്റ്റേറ്റിൽ നിന്ന് പെട്ടെന്ന് ഒരു 100 km/h സ്പീഡിൽ ഓടുന്ന മാതിരിയാണ്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ അസ്. ഞാൻ 3-4 മാസം മുന്നേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡേ ഷിഫ്റ്റുള്ള ദിവസം രാവിലെ നേരത്തെ എനിക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമുള്ള ദിവസങ്ങളിൽ എനിക്ക് ഫോൺ സ്ക്രോൾ ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല. സോ ഞാൻ ബെഡിൽ നിന്ന് എണീറ്റപ്പോൾ തന്നെ ഡയറക്റ്റ്ലി ഐ സ്റ്റാർട്ട് മൈ ഡേ. ആൻഡ് അങ്ങനത്തെ ദിവസങ്ങളിൽ എൻ്റെ മൈൻഡ് കുറച്ച് ക്ലിയർ ആണ്, എൻ്റെ മൂഡ് കുറച്ച് ബെറ്റർ ആണ്. സോ ഐ തോട്ട് വൈ നോട്ട് ട്രൈ ദിസ് ഹാബിറ്റ് റെഗുലർലി. എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഈ ഹാബിറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഫോണിലാണ് അലാറം വെക്കാറ്. സോ നാച്ചുറലി രാവിലെ എണീറ്റ് ഞാൻ ആദ്യം കയ്യിലെടുക്കുന്ന സാധനം എൻ്റെ ഫോണാണ്. അലാറം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ ചെക്ക് വാട്സാപ്പ് മെസ്സേജസ് ബിക്കോസ് ചിലപ്പം ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെസ്സേജ് ചെയ്തിട്ടുണ്ടാവും ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു മിസ് എനി ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ്. പക്ഷേ അത് കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ ഫോൺ മാറ്റി വെക്കും. ഞാൻ സോഷ്യൽ മീഡിയ അപ്ഡേറ്റ്സ്, ഇമെയിൽസ് അല്ലെങ്കിൽ ന്യൂസ് അപ്ഡേറ്റ്സ് അതൊന്നും ഞാൻ ചെക്ക് ചെയ്യാറില്ല. ഞാൻ നേരെ എണീറ്റ് ഫ്രഷായി ചായ ഇട്ട് കുടിക്കുകയാണ് ചെയ്യുക. എനിക്ക് തന്നെ വെച്ചിരിക്കുന്ന റൂൾ എന്ന് വെച്ചാൽ നോ സ്ക്രീൻസ് അല്ലെങ്കിൽ നോ ഫോൺ യൂസേജ് ഫോർ 1 hour ആഫ്റ്റർ വേക്കിംഗ് അപ്പ്. ഈ ഹാബിറ്റ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ നോട്ടീസ് ചെയ്ത ചേഞ്ച് എന്ന് വെച്ചാൽ മോർണിംഗ് ടൈംസിൽ എൻ്റെ മൈൻഡ് കുറച്ചുകൂടി ക്ലിയർ ആണ്, എൻ്റെ മൂഡ് കുറച്ചുകൂടി ബെറ്റർ ആണ് ആൻഡ് ഐ എം ഓൾസോ എ ബിറ്റ് മോർ പ്രൊഡക്റ്റീവ്. ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നല്ലൊരു മൊമെൻറ്റം തരും നമ്മൾ സ്ക്രീൻ മാറ്റി വെച്ച് നമ്മുടെ ലൈഫിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ. ആൻഡ് 2026 ഐ വോണ്ട് ടു കണ്ടിന്യൂ പ്രാക്ടീസിങ് ദിസ് ഹാബിറ്റ്. ആൻഡ് എനിക്ക് കുറച്ചുകൂടെ നേരം ഫോൺ മാറ്റി വെക്കാനാണ് ഞാൻ എയിം ചെയ്യുന്നത്. ഇപ്പം ഞാൻ 1 hour മാറ്റി വെക്കുന്നത്. ബട്ട് ഐ വോണ്ട് ടു ഹാവ് സ്ക്രീൻ ഫ്രീ ടൈം ഫോർ 2 or maybe even 3 hours ആഫ്റ്റർ വേക്കിംഗ് അപ്പ്. അപ്പോൾ ആ ഒരു ഡ്യൂറേഷൻ ഞാൻ മെല്ലെ കൂട്ടി വരാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ബി സക്സസ്ഫുൾ. ആൻഡ് സ്ക്രീൻ ടൈമിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു ഹാബിറ്റ് ദാറ്റ് ഐ വോണ്ട് ടു സ്റ്റാർട്ട് ഡൂയിങ് ഈസ് ടു റെഡ്യൂസ് മൈ ടോട്ടൽ സ്ക്രീൻ ടൈം. എനിക്ക് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ സ്ക്രോൾ ചെയ്യുന്ന സ്വഭാവമുണ്ട് ചില സമയത്ത്. എസ്പെഷ്യലി ഒരു ഹെക്റ്റിക് ഡേ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ലോങ് വർക്ക് ഡേ കഴിഞ്ഞ് നമ്മൾ വളരെ ടയേർഡാണ്, നമുക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള എനർജി ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കിടന്നിട്ട് ഫോൺ സ്ക്രോൾ ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ ആ ഒരു ഹാബിറ്റ് ഞാൻ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് അനദർ ചേഞ്ച് ദാറ്റ് ഐ വോണ്ട് ടു ബ്രിങ് അബൌട്ട് ഇൻ 2026. ഹാബിറ്റ് നമ്പർ 2 ഇസ് മെഡിറ്റേഷൻ. വെറുതെ ഒരിടത്ത് കണ്ണും പൂട്ടിയിരുന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് മാറ്റം വരിക എന്നൊരു കാര്യം ഐ കുഡ് നെവർ അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ട് എനിക്ക് ഈ പ്രാക്ടീസിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ഇനീഷ്യലി. ഞാൻ ഫസ്റ്റ് മെഡിറ്റേഷൻ ട്രൈ ചെയ്യുന്നത് 2021 ആ സമയത്ത് എൻ്റെ ഫൈനൽ ഇയർ PG എക്സാമിൻ്റെ സമയമായിരുന്നു. ആൻഡ് ഐ വാസ് വെരി സ്ട്രെസ്ഡ് ആൻഡ് ഓവർവെൽംഡ്. അപ്പോൾ അരുൺ എന്നോട് സജസ്റ്റ് ചെയ്തതാണ് ദാറ്റ് മെഡിറ്റേഷൻ ട്രൈ ചെയ്ത് നോക്കൂ, ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. എനിക്ക് അതിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും എന്നോട് സജസ്റ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ആദ്യത്തെ 2-3 ദിവസം എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും തോന്നിയിട്ടില്ല. ആൻഡ് ഐ തോട്ട് ദാറ്റ് ഇറ്റ് കുഡ് ബി എ വേസ്റ്റ് ഓഫ് ടൈം. പക്ഷേ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 2 weeks ഒക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ശരിക്കും ഒരു ചേഞ്ച് ഫീൽ ചെയ്ത് തുടങ്ങി. ദ ചേഞ്ച് വാസ് സട്ടിൽ ഇനീഷ്യലി, പക്ഷേ ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി ദെയർ. എൻ്റെ ഫോക്കസ് ഇംപ്രൂവ് ആയി, ഞാൻ കുറച്ചുകൂടെ കാം ആൻഡ് ലെസ് സ്ട്രെസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. സിൻസ് ദെൻ ഞാൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു. ഞാൻ വളരെ ഓൺ ആൻഡ് ഓഫ് ആയിട്ടാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഡ്യൂറിങ് ദ ലാസ്റ്റ് 3 months ഓഫ് 2025 ഞാൻ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എവറി ഡേ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ മോസ്റ്റ്ലി മെഡിറ്റേറ്റ് ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുന്നെയാണ്. കാരണം ദീസ് 2 times ഓഫ് ദ ഡേ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഫീൽ ചെയ്യാറുള്ളത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യാം. യു ക്യാൻ ജസ്റ്റ് ഡു ഇറ്റ് വിത്തൗട്ട് എനി ഗൈഡൻസ്
ഗൈഡൻസ് അല്ലെങ്കിൽ നമുക്ക് ഗൈഡഡ് ആപ്സ് യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് മെഡിറ്റേഷൻ ആപ്സ് യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ബെറ്റർ പ്രാക്ടീസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഞാൻ കാം മെഡിറ്റേഷൻ ആപ്പാണ് യൂസ് ചെയ്യുന്നത്. ദർ ഇസ് അനദർ ആപ്പ് കോൾഡ് ആസ് ഹെഡ് സ്പേസ് ദാറ്റ് യു ക്യാൻ യൂസ്. വേറെ ആപ്സ് ഉണ്ടോ അല്ലെങ്കിൽ അത് നല്ലതാണോ എന്നൊന്നും എനിക്കറിയില്ല, കാരണം ഞാൻ വേറൊന്നും യൂസ് ചെയ്തിട്ടില്ല. സോ ഐ ഡോണ്ട് ഹാവ് എനി എക്സ്പീരിയൻസ് വിത്ത് അതർ ആപ്സ്. ഈ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ നോട്ടീസ് ചെയ്തത് ഞാൻ കുറച്ചും കൂടെ കാം ആൻഡ് ഫോക്കസ്ഡ് ആയിട്ടുണ്ട്. ആൻഡ് ഐ ക്യാൻ ബെറ്റർ ഹാൻഡിൽ ഡിഫിക്കൾട്ട് ഇമോഷൻസ്. പിന്നെ വിൻ്റർ സമയത്ത് വരുന്ന വിൻ്റർ ഡിപ്രഷൻ ഉണ്ടല്ലോ, അതും ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കോപ്പ് ചെയ്യുന്നുണ്ട്. സോ അറിയാത്തവർക്ക് ഞാൻ പറയുകയാണ്, വിൻ്റർ ആകുമ്പോൾ ഡേ ലൈറ്റ് നല്ലോണം കുറയും. അതായത് രാവിലെ ഒരു 8-8:15 സൺറൈസ് ആകുമ്പോൾ, ആൻഡ് സൺസെറ്റ് വൈകുന്നേരം നേരത്തെ തന്നെ ഉണ്ടാവും, അറൌണ്ട് 3:30 PM. ആൻഡ് മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ഫുൾ ക്ലൗഡി ആൻഡ് ഗ്രേ ആയിരിക്കും. സൺലൈറ്റ് നമുക്ക് കിട്ടുന്നത് ഭയങ്കര കുറവായിരിക്കും. സോ അത് നമ്മുടെ മൂഡിന് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും. ആൻഡ് ദർ ഇസ് എ റിയൽ തിങ് കോൾഡ് ആസ് വിൻ്റർ ഡിപ്രഷൻ. നമ്മുടെ മൂഡ് ഭയങ്കര ലോ ആയിരിക്കും, നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവില്ല, ഒന്നും ചെയ്യാൻ തോന്നില്ല, അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. സോ ഞാൻ UK വന്നിട്ട് ആദ്യത്തെ 2 വിൻ്റേഴ്സ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഫസ്റ്റ് വിൻ്റർ വാസ് റിയലി ബാഡ്, കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. സെക്കൻഡ് വിൻ്റർ വാസ് ഓക്കെ. പക്ഷേ ഈ കൊല്ലം ഐ തിങ്ക് ഐ എം കോപ്പിംഗ് എ ലോട്ട് ബെറ്റർ. ആൻഡ് എനിക്ക് തോന്നുന്നു മെഡിറ്റേഷൻ ഹാസ് എ ബിഗ് റോൾ ടു പ്ലേ ഇൻ ദാറ്റ്. 2026 ഞാൻ എൻ്റെ മെഡിറ്റേഷൻ പ്രാക്ടീസ് കുറച്ചും കൂടെ കൺസിസ്റ്റൻ്റ് ആക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ഓൾമോസ്റ്റ് എവറി ഡേ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് ചില ഡേയ്സ് ഒക്കെ സ്കിപ്പായി പോവാറുണ്ട്. സോ എനിക്ക് ഒരു ദിവസം പോലും വിടാണ്ട് ഐ വോണ്ട് ടു മേക്ക് ദിസ് എ ഡെയിലി പ്രാക്ടീസ്. ആൻഡ് ഞാനിപ്പോൾ യൂഷ്വലി 10 minutes ഡേ ആണ് മെഡിറ്റേറ്റ് ചെയ്യാറ്. പക്ഷേ എനിക്ക് മെല്ലെ മെല്ലെ ഇതിൻ്റെ ഡ്യൂറേഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി നോക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. മേ ബി ഒരു 15-20 minutes ഒക്കെ ആക്കി ട്രൈ ചെയ്ത് നോക്കാൻ ഐ വോണ്ട് ടു ഡു ദാറ്റ്. ഹാബിറ്റ് നമ്പർ 3 വളരെ ക്ലീഷേ ആയിട്ടുള്ള ഹാബിറ്റാണ്, എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഹാബിറ്റാണ്. ആൻഡ് ദാറ്റ് ഈസ് വർക്കിംഗ് ഔട്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു ജിമ്മിനകത്ത് കയറുന്നത് ഇസ് ഇൻ 2018. ആ സമയത്ത് എൻ്റെ PG എൻട്രൻസ് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഐ വാസ് വെയിറ്റിംഗ് അലോട്ട്മെൻറ്റ്, പ്ലേസ്മെൻറ്റ് ആൻഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ ആ സമയത്ത് ഒരു 1.5-2 മാസത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഒരു പണിയില്ലാണ്ട് വെറുതെ വീട്ടിൽ ട്രിവാൻഡ്രത്ത് എൻ്റെ പേരൻസിനൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. സോ ആ സമയത്താണ് എൻ്റെ വീടിന് അടുത്തുള്ള ജിമ്മിൽ ഞാൻ പോകാൻ തുടങ്ങിയത്. ആൻഡ് ഞാൻ ആ സമയത്ത് കാർഡിയോ മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം മൈ മൈൻഡ് സെറ്റ് വാസ് ദാറ്റ് ആസ് എ വുമൺ വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കാണാൻ ഭയങ്കര വൃത്തിയോടായിരിക്കും, അതുകൊണ്ട് കാർഡിയോ മാത്രം മതി എന്നായിരുന്നു എൻ്റെ തോട്ട് പ്രോസസ്സ്. പക്ഷേ ഒരു കഴിഞ്ഞ 2 years ആയിട്ടാണ് ഞാൻ 2-3 years ആയിട്ടാണ് ഞാൻ സ്ട്രെങ്ത് ട്രെയിനിങ്ങിനെ പറ്റി കൂടുതൽ വായിക്കുന്നതും അതിനെപ്പറ്റി കുറച്ചും കൂടെ സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് റിയലൈസ് ചെയ്യുന്നതൊക്കെ തുടങ്ങിയത്. ആൻഡ് ലാസ്റ്റ് 2 years ആയിട്ട് ഞാൻ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഫോർ ദ ലാസ്റ്റ് 6 months ഞാൻ കുറച്ചൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് 6 months ആയിട്ട് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ആൻഡ് കാർഡിയോ ചെയ്യുന്നുണ്ട്. സോ എൻ്റെ സ്കെഡ്യൂൾ എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 3-4 times a week ഞാൻ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യും. ആൻഡ് ആ ട്രെയിനിങ് സെഷൻസ് കഴിഞ്ഞിട്ട് ഐ ഡു അബൌട്ട് 20-30 minutes ഓഫ് കാർഡിയോ. ഞാൻ കാർഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് ഐ ഡു ആൻ ഇൻക്ലൈൻ വാക്ക് ഓൺ എ ട്രെഡ്മിൽ. ആൻഡ് അത് ഭയങ്കര ബെനിഫിഷ്യൽ ആണ്, ബോത്ത് ആസ് എ കാർഡിയോ ആൻഡ് ഫോർ ബേണിംഗ് ഫാറ്റ് ഓൾസോ. സോ സ്ട്രെങ്ത് ട്രെയിനിങ്ങിൻ്റെ ബെനിഫിറ്റ്സ്, കാർഡിയോയുടെ ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ദിസ് വീഡിയോ വിൽ ബി വെരി ലോങ്. സോ അതൊന്നും ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പക്ഷേ ഐ എം ജസ്റ്റ് ടെല്ലിങ് യു ദാറ്റ് ദിസ് ഇസ് വാട്ട് ഐ പ്രാക്ടീസ്. ആൻഡ് അതെനിക്ക് ശരിക്കും ബെനിഫിറ്റ്സ് തന്നിട്ടുണ്ട്. ഇനീഷ്യലി ആദ്യത്തെ ഒരു 1-2 മാസം കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്. കാരണം ഈ ജിം സെഷൻസ് ഒക്കെ കഴിയുമ്പോൾ എപ്പോഴും ഭയങ്കര മസിൽ പെയിനും സോർനെസ് ഒക്കെ ഉണ്ടാവും, ടയേർഡായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ വിത്ത് ടൈം ഐ ഗോട്ട് യൂസ് ടു ഇറ്റ് ആൻഡ് ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർവേഡ് ടു മൈ ജിം സെഷൻസ്. ഇപ്പോഴൊക്കെ ഞാൻ ജിമ്മിൽ പോകുമ്പോൾ അതെൻ്റെ ഹാപ്പി പ്ലേസ് ആണ്. ഞാൻ ഹെഡ്ഫോൺസ് വെച്ചിട്ട് എൻ്റെ ഫേവറേറ്റ് പാട്ട് കേട്ട് വർക്കൗട്ടാണ് ചെയ്യുക. ആൻഡ് അത് ശരിക്കും എൻ്റെ റിലാക്സിങ് മീ ടൈം ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ജിമ്മിൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ട്രൈ ടു ഹാവ് എ ജിം ബഡി. എൻ്റെ ജിം ബഡി ഈസ് മൈ ഹസ്ബൻഡ് അരുൺ. നമ്മൾ മിക്കപ്പോഴും ഒരുമിച്ചാണ് ജിമ്മിൽ പോയി വരികയൊക്കെ ചെയ്യുക. ചില ദിവസങ്ങളിൽ എനിക്ക് മൂഡ് ഉണ്ടാവില്ല, അപ്പോൾ അരുൺ എന്നെ മോട്ടിവേറ്റ് ചെയ്യും. ചില ദിവസങ്ങളിൽ അരുണ് മടി തോന്നും ആൻഡ് ഐ മോട്ടിവേറ്റ് ഹിം ടു ഗോ. സോ ഇറ്റ് ഈസ് എ ഗുഡ് തിങ് ടു ഹാവ് എ ജിം ബഡി, ബിക്കോസ് നമുക്ക് മൂഡില്ല, മോട്ടിവേഷൻ ഇല്ല, നമ്മൾ ടയേർഡാണ്, അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ നമുക്ക് ജിം ബഡി ഉണ്ടെങ്കിൽ അവർ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ നമ്മളെ പുഷ് ചെയ്യും ജിമ്മിൽ പോകാനായിട്ട്. സോ ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദാറ്റ് കൺസിസ്റ്റൻസി. ജിമ്മിൽ പോയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ബെനിഫിറ്റ്സ് തോന്നിയിട്ടുണ്ട്. ഫിസിക്കൽ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ ഐ ഫീൽ ദാറ്റ് ഐ ഹവ് ബിക്കം സ്ലൈറ്റ്ലി മോർ ടോൺഡ്. ഭയങ്കര സട്ടിൽ ചേഞ്ചസ് ആണ്, അത് ഭയങ്കര ഒബ്വിയസ് ആയിട്ട് പുറത്തുള്ളവർക്ക് നോട്ടീസ് ചെയ്താൽ മനസ്സിലാവില്ല, പക്ഷേ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇടുന്ന ക്ലോത്ത്സ് കുറച്ചും കൂടെ ബെറ്റർ ഫിറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ 3-4 കൊല്ലം മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ചില ടോപ്സും ഡ്രസ്സസൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ഫിറ്റിംഗ് മീ എനിമോർ. പക്ഷേ
പക്ഷെ അതൊക്കെ എനിക്കിപ്പോൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് മേക്സ് മീ വെരി ഹാപ്പി ടു സീ ദാറ്റ്. ആൻഡ് എൻ്റെ പോസ്ചർ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഐ ഫീൽ സ്ട്രോങ്ങർ ആൻഡ് എനിക്ക് കുറച്ചും കൂടെ എനർജി ആൻഡ് സ്റ്റാമിന ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. മെൻ്റൽ ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ റെഗുലറായിട്ട് ജിമ്മിൽ പോകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ്, മൂഡ് അതെല്ലാം ഇമ്പ്രൂവ് ആവും. അത് എനിക്കത് വളരെ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അനദർ തിങ് ഇസ് ദാറ്റ് നമ്മളൊരു ഡേയിൽ ഏർലി ഇൻ ദ ഡേ ഇഫ് യു ഫിനിഷ് യുവർ ജിം സെഷൻ നമുക്കൊരു നല്ലൊരു ഡോപ്പമീൻ ബൂസ്റ്റ് കിട്ടും. ആൻഡ് ദാറ്റ് ഗിവ്സ് യു ദാറ്റ് ഹാപ്പിനെസ് ആൻഡ് ദാറ്റ് മോട്ടിവേഷൻ ടു ഗെറ്റ് ത്രൂ ദ റെസ്റ്റ് ഓഫ് ദ ഡേ ഇൻ എ ഗുഡ് വേ. സോ ഇതൊക്കെ എനിക്ക് വളരെ ബെനിഫിഷ്യലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2026 ഞാൻ വരുത്താൻ പോകുന്ന ചേഞ്ച് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ കൺസിസ്റ്റൻ്റ് ആവണം എൻ്റെ ജിം റൊട്ടീനിൽ. 3 to 4 days a week ഞാൻ മോസ്റ്റ് ഓഫ് ദി വീക്സ് ഞാൻ ജിമ്മിൽ പോവാറുണ്ട്. പക്ഷേ ചില സമയത്ത് ഡ്യൂട്ടീസ് ഹെക്റ്റിക് ആകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഞാൻ പോവാണ്ടിരിക്കാറുണ്ട്. സം വീക്സ് ഐ ഗോ ഓൺലി മേ ബി 2 or 3 times. അപ്പം അതിൻ്റെ കൺസിസ്റ്റൻസി എനിക്ക് കൂട്ടണമെന്നുണ്ട്. റൈറ്റ് നൗ ഐ എം ഡൂയിങ് സ്ട്രെങ്ത് ട്രെയിനിങ് ആൻഡ് കാർഡിയോ ഓൺലി. പക്ഷേ എനിക്ക് മൊബിലിറ്റി എക്സസൈസസ്, അതായത് യോഗ പ്രാക്ടീസസും കൂടെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്. സോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ എയിം ടു ഡു ഇൻ 2026. ഹാബിറ്റ് നമ്പർ 4 ഇസ് കുക്കിംഗ് റെഗുലർലി ആൻഡ് മീൽ പ്ലാനിങ്. കുക്കിങ്ങിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഏതൊരു കാര്യമാണെങ്കിലും നമ്മളെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ വി ലൂസ് ഓൾ ഇൻട്രസ്റ്റ് ഇൻ ദാറ്റ്. എന്തായാലും ചെയ്തേ പറ്റൂ എന്നുള്ള ആക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല. ആൻഡ് അങ്ങനത്തെ ഒരു കാര്യമായിരുന്നു എനിക്ക് കുക്കിംഗ്. പക്ഷേ UK വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ചും കൂടെ റെഗുലറായിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം UK വി ലിവ് ഇൻ എ സ്മോൾ ടൗൺ ആൻഡ് ഇവിടെ പ്രിഡോമിനൻ്റ്ലി വൈറ്റ് പോപ്പുലേഷൻ ആണ്. ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കുറവാണ്. ആകെ കൂടെ 1-2 ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സേ ഉള്ളൂ. ആൻഡ് അവിടുത്തെ ഫുഡ് നല്ല എക്സ്പെൻസീവ് ആണ് ആൻഡ് ക്വാളിറ്റി ഓഫ് ഫുഡ് ഈസ് ഓൾസോ നോട്ട് വെരി ഗുഡ്. 2 കൊല്ലം മുന്നേ അരുണിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് നമ്മുടെ ടൗണിൽ. അവിടെ നിന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഡിഫറെൻറ്റ് പനീർ കറീസും റോട്ടിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് 2 ഡിഫറെൻറ്റ് കറീസിൽ ദ ഗ്രേവി വാസ് എക്സാക്ട്ലി ദ സെയിം. അതിലിട്ടിരിക്കുന്ന വെജിറ്റബിൾസും പനീറും മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് റോട്ടി വാസ് ഓൾസോ നോട്ട് ഗുഡ്. കറിയിലൊക്കെ അവർ മധുരം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒട്ടും സ്പൈസി അല്ലായിരുന്നു. ഒട്ടും ഒരു മസാലയുടെ ടേസ്റ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ വി ഡിഡ്ന്റ് എൻജോയ് ദാറ്റ് അറ്റ് ഓൾ. ആൻഡ് ഇവിടെ വന്നതിന് ശേഷമാണ് ഐ റിയലൈസ് ദാറ്റ് നല്ല ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയാലേ ശരിയാവുള്ളൂ എന്ന്. അങ്ങനെയാണ് എൻ്റെ കുക്കിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്ത് വന്നത്. ആൻഡ് അത് റെഗുലറായിട്ട് ചെയ്ത് ഐ സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ് ആൻ ഇൻട്രസ്റ്റ് ആൻഡ് ഐ ആക്ച്വലി സ്റ്റാർട്ടഡ് എൻജോയിങ് ഡൂയിങ് ഇറ്റ്. മീൽ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് വീക്കായിരുന്നു. ഇനീഷ്യൽ ടൈംസിലൊക്കെ ഞാൻ എന്തൊക്കെയോ പോയി മേടിക്കുമായിരുന്നു ആൻഡ് ദാറ്റ് യൂസ് ടു ലീഡ് ടു സം ഫുഡ് വേസ്റ്റ്. പക്ഷേ ഇപ്പം ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഏതൊക്കെ ദിവസങ്ങളിൽ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നൊന്ന് മൈൻഡിൽ വിചാരിച്ച് അതനുസരിച്ച് ഗ്രോസറി ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പോയി ഷോപ്പ് ചെയ്യുമ്പോൾ ഫുഡ് വേസ്റ്റ് എനിക്ക് സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കുക്കിംഗ് ഒക്കെ മോസ്റ്റ്ലി എൻ്റെ ഓഫ് ഡേയ്സിലാണ് ചെയ്യാറ്. ഇഫ് ഐ എം ടയേർഡ് അല്ലെങ്കിൽ എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സിമ്പിൾ ക്വിക്ക് റെസിപ്പീസാണ് ചെയ്യാറ്. പക്ഷേ എനിക്ക് കുറേ സമയമുണ്ട് അല്ലെങ്കിൽ 2-3 ദിവസം അടുപ്പിച്ചിട്ട് ഓഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ട്രൈ ന്യൂ റെസിപ്പീസ് അല്ലെങ്കിൽ കോംപ്ലെക്സ് റെസിപ്പീസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ഞാൻ ഇപ്പോഴും എന്നെ തന്നെ ഒരു ബിഗിനർ കുക്കായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ സ്റ്റിൽ എക്സ്പ്ലോർ റെസിപ്പീസ് ഓൺ യൂട്യൂബ് ആൻഡ് ഐ എം സ്റ്റിൽ ടീച്ചിങ് മൈ സെൽഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കുക്കിംഗ് ആൻഡ് ഹൗ ടു കുക്ക്. വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് ഞാനായിട്ട് പ്രത്യേകിച്ച് പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് തിങ് എന്ന് വെച്ചാൽ ഫിസിക്കലി ഐ ഫീൽ സോ മച്ച് ബെറ്റർ. പുറത്തുനിന്ന് എപ്പോഴും ജങ്ക് ഫുഡ് വാങ്ങിച്ച് കഴിക്കുമ്പോൾ വിച്ച് ഇസ് ഓൾ വെരി പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ റിച്ച് ഇൻ ഓയിൽസ് ആൻഡ് ഹൈ ഇൻ സോൾട്ട് കണ്ടൻറ്റ്, അതൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു ലാക്ക് ഓഫ് എനർജി അല്ലെങ്കിൽ ഒരു സ്ലഗ്ഗിഷ്നെസ് ഫീൽ ചെയ്യും. പക്ഷേ വീട്ടിലത്തെ ഫുഡ് കഴിക്കുമ്പോൾ ആ ഒരു അൺഹെൽത്തി ഫീലിംഗ് ഒക്കെ നമുക്ക് ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഐ ഫീൽ സോ മച്ച് മോർ ബെറ്റർ, കുറച്ചും കൂടെ ബെറ്റർ എനർജറ്റിക് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ സാധാരണ അലക്സയിൽ പാട്ട് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ടോ ആണ് കുക്ക് ചെയ്യാറ്. സോ എപ്പോഴും അത് ചെയ്ത് വരുമ്പോഴത്തേക്കും എൻ്റെ ബ്രെയിൻ കുക്കിംഗ് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു റിലാക്സിങ് ആക്ടിവിറ്റി ആയിട്ടാണ്, ഒരു മീ ടൈം ആയിട്ടാണ് ഞാനത് കൺസിഡർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ വേസ് ഐ റിലാക്സ് ഇസ് ബൈ കുക്കിംഗ് എ ഗുഡ് ഹോം കുക്ക്ഡ് മീൽ. നമ്മൾ കുക്ക് ചെയ്തൊരു ഫുഡ് അടിപൊളി ടേസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ആൻഡ് ഡോപ്പമീൻ ബൂസ്റ്റ് കിട്ടുമല്ലോ. ദാറ്റ് ഈസ് സോ ഗുഡ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് വേറൊരാൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് ബോണസ് പോയിന്റ്സും കൂടിയാണ് ഓഫ് കോഴ്സ്. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, കുക്കിംഗ് അറ്റ് ഹോം ഈസ് ഓൾസോ ബെറ്റർ ഫോർ യുവർ പോക്കറ്റ്. അത് കുറച്ചും കൂടെ ഫൈനാൻഷ്യലി ബെറ്റർ ആണ്. യു ആർ സ്പെൻഡിങ് ലെസ് മണി ദാൻ വെൻ യു ഓർഡർ ഔട്ട്സൈഡ് ഓൺ എ റെഗുലർ ബേസിസ്. ഗോയിങ് ഇൻ ടു 2026 റെഗുലർ കുക്കിംഗ് ഞാൻ എൻ്റെ ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോകുന്നൊരു ഹാബിറ്റാണ്. ഇപ്പോഴും ഞാൻ പെർഫെക്റ്റ് അല്ല. ചില ദിവസങ്ങളിൽ എനിക്ക് റെഗുലർലി ആ ഒരു
മീൽ പ്ലാൻ ചെയ്യാൻ പറ്റാറില്ല. സോ ഐ വോണ്ട് ടു ഇംപ്രൂവ് ഓൺ ദാറ്റ്. എനിക്കൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്. അവളെന്ന് വെച്ചാൽ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ ലാർജ് ക്വാണ്ടിറ്റിയിൽ കുക്ക് ചെയ്തിട്ട് അത് മീൽ പ്രെപ്പ് ബോക്സസിൽ ഫ്രീസ് ചെയ്ത് ഫ്രീസറിൽ വെക്കാറുണ്ട്. ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ ആം ട്രൈങ് ടു സ്റ്റാർട്ട് ഡൂയിങ്, ബിക്കോസ് എനിക്ക് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഫുഡ് കുക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇതേവരെയും വന്നിട്ടില്ല. സോ ഐ വോണ്ട് ടു സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ് ദിസ് ഇയർ, സോ ദാറ്റ് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിച്ച് ഡ്യൂട്ടീസ് വരുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഓഡ് ടൈമിങ്ങിൽ ഡ്യൂട്ടി വരുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ടയേർഡായിരിക്കും. സോ ആ സമയത്ത് ഇങ്ങനെ നമ്മൾ മീൽ പ്രെപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ഈസി. ഹാബിറ്റ് നമ്പർ 5 ഇസ് റീഡിംഗ് ബുക്സ്. സ്കൂൾ ടൈമിൽ ഞാൻ വളരെ റെഗുലറായിട്ട് വായിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഈവൻ ഡ്യൂറിങ് MBBS ടൈംസ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയർ ഓഫ് കോളേജ് ഞാൻ വളരെ റെഗുലറായിട്ട് ബുക്സ് വായിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അക്കാഡമിക് പ്രഷർ കൂടി വന്നു ആൻഡ് എനിക്ക് കാഷ്വൽ റീഡിങ്ങിന് ടൈമില്ലാണ്ടായി. സോ ഐ ഡിസൈഡഡ് ദാറ്റ് ഞാൻ ക്ലിയർ ചെയ്യാനുള്ള എക്സാംസ് എല്ലാം തീർത്ത് കഴിഞ്ഞിട്ടും എൻ്റെ പഠിത്തം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ വിൽ റീസ്റ്റാർട്ട് ദിസ് ഹാബിറ്റ്. പക്ഷേ ഇപ്പോൾ ആഫ്റ്റർ മോർ ദാൻ 10 years ഓഫ് ബീങ് എ ഡോക്ടർ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ദ സ്റ്റഡിങ് നെവർ എൻഡ്സ്. അതായത് ഇപ്പോൾ ഈവൻ ആഫ്റ്റർ സ്പെഷ്യലൈസേഷൻ ആൻഡ് ഓൾ ഓഫ് ദോസ് തിങ്സ് ഞാൻ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് വി ഹാവ് ടു കീപ്പ് ആ മെഡിക്കൽ നോളജ് കോൺസ്റ്റൻ്റ്ലി അപ്ഡേറ്റഡ്. സോ പഠിത്തം എൻ്റെ നിന്ന് വരെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം അതൊരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. സോ ഐ ഹാവ് ടു റീസ്റ്റാർട്ട് ദാറ്റ് ഹാബിറ്റ് എന്ന് ഞാൻ വിചാരിച്ചു. ആൻഡ് കഴിഞ്ഞ കൊല്ലം അറൗണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിലാണ് ഞാൻ റീഡിങ് റീസ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് മൈ ഇനീഷ്യൽ ഗോൾ വാസ് ടു ഫിനിഷ് 1 book in 1 month. ഞാൻ സാധാരണ ബുക്സ് ആമസോൺ കിൻഡിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എൻ്റെ ടാബ്ലറ്റിൽ കിൻഡിൽ ആപ്പിലാണ് അത് വായിക്കാറ്. ഐ don't like to buy physical books because it is heavy and it occupies space. നമുക്ക് കുറച്ച് സ്പേസ് കൺസ്ട്രെയിൻസ് ഉണ്ട് വീട്ടിൽ. സോ എനിക്ക് ഫിസിക്കൽ ബുക്സ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് നമ്മൾ അഥവാ വീട് മാറുക എന്നുണ്ടെങ്കിലും ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ട്രാൻസ്പോർട്ട് ബുക്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ബിക്കോസ് ഇറ്റ് ഈസ് ഹെവി ആൻഡ് സ്പേസ് ഓക്യുപ്പൈങ്. അതുകൊണ്ട് ഐ പ്രിഫർ ടു ഹാവ് മൈ ബുക്സ് ഓൺ ദ കിൻഡിൽ ആപ്പ്. സോ ഞാൻ അങ്ങനെയാണ് എൻ്റെ ബുക്സ് വായിക്കാറ്. കഴിഞ്ഞ കൊല്ലം ഇൻ അബൌട്ട് 4 months എനിക്ക് ഹാർഡ്ലി 2 books ആണ് എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയത്. കുറച്ച് സ്ലോ ആയിരുന്നു ആൻഡ് എൻ്റെ റീഡിങ് ഹാബിറ്റ്സ് were also inconsistent. ഞാൻ സാധാരണ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഐ റീഡ് ഫോർ അബൌട്ട് half an hour അല്ലെങ്കിൽ ഐ ഫിനിഷ് 1 chapter and then I sleep. ആൻഡ് റീഡിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ഫോക്കസ് ആൻഡ് എൻ്റെ അറ്റൻഷൻ സ്പാൻ നല്ലോണം ഇമ്പ്രൂവ് ആയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നമ്മൾ സ്ക്രോൾ ചെയ്ത് നമ്മുടെ അറ്റൻഷൻ സ്പാൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഷോർട്ടൺ ആയിട്ടുണ്ട്. റീഡിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ഫോക്കസ് ആൻഡ് അറ്റൻഷൻ സ്പാൻ ഇമ്പ്രൂവ് ആയതുപോലെയാണ് എനിക്ക് തോന്നിയത്. സോ ഇനീഷ്യലി ഒരു ബുക്കിൻ്റെ 1-2 പേജ് പോലും എനിക്ക് ഡിസ്ട്രാക്റ്റഡ് ആവാണ്ട് അല്ലെങ്കിൽ ഫോക്കസ് ലൂസ് ചെയ്യാണ്ട് വായിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ആഫ്റ്റർ സ്റ്റാർട്ടിങ് ദിസ് ഹാബിറ്റ് അത് കൺസിഡറബിളി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ മെയിനായിട്ട് വായിക്കുന്നത് നോൺ ഫിക്ഷൻ ബുക്സ് ആണ്. അതായത് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ബുക്സ് ആണ് മെയിനായിട്ട് വായിക്കുന്നത്. ആൻഡ് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ മാത്രം പോരല്ലോ, അതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ടോട്ടൽ ഓവറോൾ വെൽബീങ്ങിൽ നല്ലൊരു ഡിഫറൻസ് വരുന്ന മാതിരി തോന്നുന്നുണ്ട്. സോ ഐ ഫീൽ ദാറ്റ് ഈസ് അനദർ ബെനിഫിറ്റ് ഓഫ് പിക്കിംഗ് അപ്പ് ദിസ് റീഡിംഗ് ഹാബിറ്റ്. പിന്നെ ഞാൻ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ബുക്ക് വായിക്കുന്നുണ്ട്. ഐ ഫീൽ ദാറ്റ് ഇറ്റ് ഹെൽപ്സ് മീ ടു ഫോൾ എ സ്ലീപ്പ് ഫാസ്റ്റർ ആൻഡ് ക്വാളിറ്റി ഓഫ് സ്ലീപ്പും ഇമ്പ്രൂവ് ചെയ്യുന്ന മാതിരിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2026 എനിക്ക് കുറച്ചും കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ റീഡിംഗ് ഹാബിറ്റ് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ഈവൻ തോ ഐ ഹാഡ് എ ഗോൾ ഓഫ് ഫിനിഷിംഗ് 1 book in 1 month, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഐ വോണ്ട് ടു ട്രൈ ഡൂയിങ് ദാറ്റ് ഇൻ ദിസ് ഇയർ ആൻഡ് സോ ദാറ്റ് ബൈ ദി എൻഡ് ഓഫ് ദിസ് ഇയർ ഐ വുഡ് ഹാവ് ഫിനിഷ്ഡ് 12 books അറ്റ് ലീസ്റ്റ്. ആൻഡ് ദ ലാസ്റ്റ് ഹാബിറ്റ് ഇസ് വെൽനസ് ട്രാക്കിംഗ്. അതായത് ഈ സാധനം ഒരു മിനിറ്റ് കാണിച്ചു തരാം. സോ ഇൻ ദ ലാസ്റ്റ് ക്വാർട്ടർ ഓഫ് 2025 ഞാൻ നടത്തിയൊരു പർച്ചേസാണ് ഈ കാണുന്ന സ്മാർട്ട് റിംഗ്. ഞാൻ വാങ്ങിയത് അൾട്രാ ഹ്യൂമൻ സ്മാർട്ട് റിംഗ് ആണ് ആൻഡ് അരുൺ ഗോട്ട് ആൻ ഓറ സ്മാർട്ട് റിംഗ്. സോ ബേസിക്കലി നമ്മൾ രണ്ടുപേരും വാച്ച് പേഴ്സൺസ് അല്ല. അതായത് 24 മണിക്കൂറും ഒരു വലിയൊരു സാധനം റിസ്റ്റിൽ കെട്ടി നടക്കുകയും വീട്ടിനകത്തും ഉറങ്ങുമ്പോഴും ഒക്കെ അത് കെട്ടിക്കൊണ്ട് ഉറങ്ങുക, ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ട് ഫോർ മീ ആൻഡ് ഫോർ അരുൺ ഓൾസോ. സോ വി വാണ്ടഡ് സംതിങ് വിച്ച് ഇസ് മോർ മിനിമലിസ്റ്റിക് ആൻഡ് കുറച്ചും കൂടെ ചെറിയൊരു സാധനം. സോ ദാറ്റ് ഇസ് വൈ വി ബോത്ത് ഗോട്ട് ദ സ്മാർട്ട് റിംഗ്. സ്മാർട്ട് റിംഗ്സ് ആർ ദി ഇൻ തിങ് നൗ. അപ്പം അത് ട്രൈ ചെയ്യാം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പർച്ചേസ് ചെയ്തത്. ആൻഡ് ഐ ക്യാൻ സേ ആഫ്റ്റർ അബൌട്ട് 3-4 months of using it that it has been one of the best purchases that I have ever made. ഈ റിംഗ് നമ്മുടെ സ്ലീപ്പും സ്റ്റെപ്സും മാത്രമല്ല വേറെ പല കാര്യങ്ങളും അത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇറ്റ് ട്രാക്സ് യുവർ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി, ഹാർട്ട് റേറ്റ് ഡ്രോപ്പ് ഡ്യൂറിങ് സ്ലീപ്പ് ആൻഡ് ബേസ് ലൈൻ ഹാർട്ട് റേറ്റ്. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് ഭയങ്കര വലിയ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയുന്ന കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. ഇത് ആപ്പിൽ ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വായിച്ച് ഉണ്ടാക്കിയ ഇൻഫർമേഷനാണ് ഇതെല്ലാം. ഓൾസോ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ദാറ്റ് സ്ലീപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഗുഡ് ബ്രെയിൻ ഹെൽത്ത്. ആൻഡ് നമ്മുടെ സ്ലീപ്പ് ട്രാക്ക് ചെയ്ത് ഹൗ
ഹെൽത്തി ഈസ് ആ ബ്രെയിൻ എന്ന് കൂടെ ഇത് ട്രാക്ക് ചെയ്യും. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ കാര്യങ്ങൾ എൻ്റെ റിങ് ട്രാക്ക് ചെയ്യുന്നത് മാത്രമല്ല, ഇറ്റ് ഗിവ്സ് യു സജഷൻസ് ആസ് ടു ഹൗ ടു ഇംപ്രൂവ് തിങ്സ്. ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് ഡ്രോപ്പ് ചെയ്യും ആൻഡ് ഇറ്റ് റീച്ചസ് എ ലോവസ്റ്റ് പോയിന്റ് വിച്ച് ഇസ് കോൾഡ് ആസ് ദ ഹാർട്ട് റേറ്റ് ഡ്രോപ്പ് ഏരിയ. അപ്പം നമ്മൾ ഉറക്കത്തിൽ ഏർലി ഓൺ നമ്മുടെ ഹാർട്ട് റേറ്റ് ഡ്രോപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്, വിച്ച് മീൻസ് ദാറ്റ് വി ആർ ഗെറ്റിംഗ് എ മോർ റെസ്റ്റ്ഫുൾ സ്ലീപ്പ്. പക്ഷെ നമ്മുടെ ഹാർട്ട് റേറ്റ് ഡ്രോപ്പ് ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര നല്ല സ്ലീപ്പ് ക്വാളിറ്റി അല്ല എന്നാണ് പറയപ്പെടുന്നത്. സോ നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഹെവി മീൽ കഴിച്ചു കഴിഞ്ഞാൽ യുവർ ഹാർട്ട് റേറ്റ് വിൽ ഡ്രോപ്പ് ലേറ്റ് ബിക്കോസ് യുവർ ബോഡി ഈസ് സ്റ്റിൽ വർക്കിംഗ് ടു ഡൈജസ്റ്റ് ദാറ്റ് മീൽ. അതുകൊണ്ട് നമ്മൾ ഒരു ഫ്യൂ അവേഴ്സ് ഗ്യാപ്പ് വെക്കണം ബിറ്റ്വീൻ യുവർ മീൽ ആൻഡ് ബിറ്റ്വീൻ വെൻ യു ഗോ ടു ബെഡ്. ഫുഡ് കഴിച്ചുകൊണ്ട് ഉറങ്ങാൻ പാടില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷേ എന്തുകൊണ്ട്, വാട്ട് ഹാം ഡസ് ഇറ്റ് ഡു ടു യുവർ ബോഡി എന്ന് എനിക്ക് മനസ്സിലായത് ഈ റിങ് യൂസ് ചെയ്തതിന് ശേഷമാണ്. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് വൺ ടൈനി എക്സാമ്പിൾ കേട്ടോ. ഓവറോൾ വെൽനെസ് അല്ലെങ്കിൽ എൻ്റെ ഓവറോൾ വെൽബീയിങ്ങിന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി കുട്ടി മൈനർ ചേഞ്ചസ് നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്തത് ഈ റിങ് ആണ്. സോ ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് എ ഫിറ്റ്നസ് ട്രാക്കർ ടു എവ്രി വൺ. അത് ഒരു സ്മാർട്ട് റിങ് ആവണമെന്നില്ല. ഇഫ് യു ഫീൽ യുവർ ഓക്കെ വിത്ത് എ വാച്ച്, ഒരു വാച്ച് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചസിൽ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ആൻഡ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. സോ നിങ്ങൾക്ക് അത് ഓക്കെയാണ്, നിങ്ങൾക്ക് അതൊരു അക്സെപ്റ്റബിൾ ഓപ്ഷനായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് എവ്രി വൺ ടു ഗെറ്റ് എ ഫിറ്റ്നസ് ട്രാക്കർ ആൻഡ് ടു ട്രാക്ക് ദിയർ വെൽബീയിങ്. കാരണം ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് നമ്മൾ ട്രാക്ക് ചെയ്യാത്തൊരു സാധനം നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല. സോ it's better to track and improve your well-being. So ഇതൊക്കെയാണ് my 6 habits that I'm taking with me into 2026. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം എന്തെങ്കിലും ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് and you're planning to improve it and take it into 2026 എന്നുണ്ടെങ്കിൽ please share it in the comment box. I'm waiting to hear your responses. അപ്പോൾ next time കാണുന്നവരെ എല്ലാവരും take care and tata bye bye.